കോഴിക്കോട്ട് ചേലാകർമ്മത്തിലെത്തിച്ച ഒരു കുഞ്ഞ് മരിച്ച ഒരു സംഭവം, പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഈ ചേലാകർമ്മത്തിൽ കൊണ്ടുവന്നത്. ഈ ചേലാകർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാകത്തില്ല. സിനു എന്നാണാണ് സുന്നത്ത്, അതായത് പുരുഷ ലൈംഗിക അവയവത്തിൻ്റെ തൊലി മുറിച്ച് മാറ്റുക, അതാണല്ലോ സുന്നത്ത് ചേലാകർമ്മം. അതിനൊരു കുഞ്ഞിനെ സുന്നത്ത് ചെയ്തു. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കോഴിക്കോട് കാക്കൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കുഞ്ഞ് ജനിച്ചിട്ട് 2 മാസമായുള്ളൂ. ഈ കുഞ്ഞ് ജനിച്ചത് തന്നെ 8-ാം മാസത്തിലാണ്. അപ്പോൾ മാസം തികയാതെ പിറന്ന കുഞ്ഞാണ്. അതിന് ജനിച്ച് 8-ാം മാസത്തിൽ ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ 10 അല്ലേ, ജനിച്ച് 2 ആകെ ഗർഭകാലം കൂടെ കൂട്ടിയാൽ കുഞ്ഞ് ഉണ്ടായിട്ട് 10 മാസമായിട്ടുള്ളൂ. ഭൂമിയിൽ ജനിച്ച് 2 മാസമായപ്പോൾ കാക്കൂരിലെ സഹകരണ ആശുപത്രി, കോൺഗ്രസ് ഭരിക്കുന്ന കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ കൊണ്ടുപോയി ചേലാകർമ്മം നടത്താൻ വേണ്ടി. അത് ചേലാകർമ്മം നടത്തി അനസ്തേഷ്യ കൊടുത്തു. കുഞ്ഞ് പിന്നെ ഉണർന്നില്ല. നേരെ തൊട്ടടുത്ത വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് കുഞ്ഞ് മരിച്ചു. അപ്പോൾ ഇത് ചെറിയ വാർത്തയായിട്ട് ചിലയിടത്തൊക്കെ വന്നു. ഇപ്പോൾ റിപ്പോർട്ടർ TV ഒക്കെ വാർത്ത കാണിച്ചിരുന്നു. പക്ഷേ ഇതിനകത്തൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമുണ്ട്. ഇത് പറയുമ്പോൾ ഇവിടെ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഞങ്ങളുടെ മതത്തിലെ കാര്യമാണ്, നിങ്ങൾക്ക് എന്താ പറയാൻ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾ വരും. പക്ഷേ ഇതൊരു കുഞ്ഞിൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും ഒരു മതത്തിൻ്റെ ഭാഗമായി ജനിക്കുന്നതല്ല. മതം അവൻ്റെ ചോയ്സല്ല, അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചോയ്സാണ് അല്ലേ. ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അവന് രാഷ്ട്രീയമില്ല, അവന് ജാതിയില്ല, മതമില്ല. പക്ഷേ അവന് ജാതിയിൽ, മതത്തിൽ, രാഷ്ട്രീയത്തിലൊക്കെ പെടുന്ന അവൻ്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ മതം അവൻ്റെ മതമായി അവൻ്റെ മേൽ ഇമ്പോസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയല്ലേ? അതെ. കുഞ്ഞിന് ജനിക്കുമ്പോൾ അവൻ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ തെറ്റിയിൽ എഴുതി കാണിച്ചിട്ടല്ല കുഞ്ഞ് ജനിക്കുന്നത്. അവനൊരു സ്വതന്ത്ര മനുഷ്യനായി ഭൂമിയിൽ ജനിക്കാൻ അവകാശമുണ്ട്. അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ മാത്രമാണ് അല്ലേ. ഒരു സ്ത്രീയുടെ ശരീരം അവളുടെ ആണെന്നൊക്കെ ഇവിടെ വലിയ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ഒരു കുട്ടിയുടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവളുടെ ശരീരത്തിലെ അവയവങ്ങൾ അവൻ്റെ ശരീരത്തിലെ അവൻ്റെ മാത്രമാണ്. അതെങ്ങനെ വേണം, ഏതെല്ലാം ഉണ്ടാവണം, ഏതെല്ലാം ഇല്ലാതാക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ കുട്ടിക്കാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ ശരീരഭാഗത്തിൽ നിന്ന് ഒരു പ്രത്യേക ഭാഗം നീക്കം ചെയ്യണമെന്ന് ആര് തീരുമാനിക്കുന്നു? മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. മാതാപിതാക്കൾ തീരുമാനിക്കാൻ കാരണം ആരാണ്? മതമാണ്. മതം അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണ്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഈ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന തിയറി ഉണ്ടാക്കിയത് മതമാണ്. മനുഷ്യനുണ്ടാക്കിയ മതം പറയുകയാണ്, നിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് അത് മുറിച്ച് കളയണം. ആ കുട്ടിക്ക് അത് മുറിച്ച് കളയാൻ കുട്ടിയുടെ സമ്മതമുണ്ടോ? ഇല്ല. ഒരാൾക്കൊരു അസുഖം വന്നിട്ട് രോഗബാധിതമായ ഒരവയവം മുറിച്ചു മാറ്റുന്ന ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചേലാകർമ്മം അല്ലെങ്കിൽ സുന്നത്ത് നടത്തി ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഒരംശം മുറിച്ചു കളയുന്നത് ജീവൻ രക്ഷിക്കാനല്ല, പിന്നെ ഇതിനാണ് മതത്തിൽ മുക്കാനാണ് അല്ലേ, മതബന്ധിതനാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ആ കുട്ടിയോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്, കുഞ്ഞുങ്ങളുടെ അവകാശ ലംഘനമാണ്. ഇത് ഉറക്കെ പറയാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു കുഞ്ഞ് മരിച്ചിട്ട് ഈ 2 മാസമുള്ള കുഞ്ഞിനെ തന്നെ ചെയ്യണോ? നിങ്ങൾക്ക് ആ കൊച്ചിനൊരു 10 വയസ്സാകുമ്പോൾ ചെയ്തുകൂടെ? അപ്പോഴും അവൻ മൈനറാണ്. സത്യത്തിൽ അവൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവൻ തീരുമാനിക്കട്ടെ എന്നല്ലേ യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ മതവിഷയത്തിൽ കൈകടത്തുന്നു. ഇത് മതത്തിൻ്റെ വിഷയമുണ്ട്, മനുഷ്യൻ്റെ പ്രശ്നമാണ്, ഒരു മാനവിക പ്രശ്നമാണ് ഈ കുഞ്ഞ്. അപ്പോൾ ഇവർക്കിനി ഈ മതപരമായ ഒരു ചര്യ പാലിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുഞ്ഞിനെ ബലി കൊടുത്ത അഭിമാനികളായ ദീനികൾ എന്ന് ഈ മാതാപിതാക്കൾ അഭിമാനിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അവരുള്ളിൽ കരയുന്നുണ്ടാവും, നമ്മുടെ കുഞ്ഞിനെ ഇപ്പം ചെയ്യണ്ടായിരുന്നു എന്ന് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. ആര് സമാധാനം പറയണം? മതത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ ബലി കൊടുത്തു. അവൻ്റെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നത് പോലെയായി അവൻ്റെ അഗ്രചർമ്മം മുറിക്കുക വഴി ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറച്ചു കാലം മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിലൊക്കെ പ്രധാന വാർത്തയായിരുന്നു, 5-6 വർഷം മുമ്പ്, സ്ത്രീകൾക്ക് ഇത് ചെയ്യുന്നു. അത് സംബന്ധിച്ച് കേരളത്തിൽ പലയിടത്തും സ്ത്രീകൾ ജനിക്കുമ്പോൾ സ്ത്രീകൾക്ക് ചേലാകർമ്മം ചെയ്യുകയാണ്. കാരണം സ്ത്രീകളുടെ ശരീരത്തിലെ ചില ഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ പ്ലഷർ ഉണ്ടാവും. അത് നീക്കം ചെയ്തില്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ലൈംഗിക തൃഷ്ണ ഉണ്ടാകുമെന്ന് കരുതി അത് മുറിച്ച് മാറ്റുന്ന പ്രാകൃതമായ കൃത്യം കേരളത്തിൽ നടക്കുന്നുണ്ട്.
ചെറിയ കുഞ്ഞുങ്ങളുടെ ശരീരാവയവങ്ങൾ മുറിച്ചു മാറ്റുക കടുത്ത അനീതിയാണ്. ഏതായാലും ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കാക്കൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നാണ് പറയുന്നത്. അസ്വാഭാവിക മരണമൊന്നുമല്ല, ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം വെട്ടി മാറ്റാൻ മാതാപിതാക്കൾക്ക് എന്താണ് അധികാരം? ക്രിമിനൽ കേസാണ് എടുക്കേണ്ടത്, ക്രിമിനൽ കേസ്. പക്ഷെ കാലാകാലങ്ങളായി ഒരു മതം വിശ്വസിച്ചു പോയിരുന്ന കാര്യങ്ങളാണെന്ന് അവർ അവകാശപ്പെട്ടു. കാലാകാലങ്ങളായിട്ട് ഇവിടെ നാട്ടിൽ നരബലി ഉണ്ടായിരുന്നു, നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാലാകാലങ്ങളായി ഇവിടെ മൃഗബലി ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ഇത് പറ്റാവുള്ളൂ? ഹിന്ദുക്കളുടെ മൃഗബലി നിരോധിച്ചു. പെരുന്നാളിന് എത്ര ആടിനെയും പോത്തിനെയും വെട്ടുന്നുണ്ട്? നൂറുകണക്കിന്. ഇറച്ചിയാക്കാനല്ല, ബലി കൊടുക്കുകയാണ്. മൃഗബലി നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ആര്? ഹിന്ദുക്കൾ നടത്തുന്നു മാത്രം. ഞാൻ മൃഗബലി നടത്തണമെന്നുള്ള അഭിപ്രായക്കാരനല്ല. പക്ഷേ ഹിന്ദുക്കളുടെ മൃഗബലി നിഷേധിച്ചിരിക്കുന്നു. അബ്രഹാം വിശ്വാസപ്രകാരം മകനെ ബലി കൊടുക്കുക, അബ്രഹാമോ എന്തോ ബലി കൊടുക്കാൻ പോയി എന്നൊക്കെ പറയുന്നൊരു വിശ്വാസമുണ്ടല്ലോ. അതാണല്ലോ ബലിപ്പെരുന്നാൾ എന്നല്ലേ പറയുന്നത്. ബലിപ്പെരുന്നാളിന് നോർത്ത് ഇന്ത്യയിലെ ചിത്രങ്ങളുണ്ടല്ലോ, ഓടകൾ നിറയെ ചോര ഒഴുകുകയാണ്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്തിലാവാം. നിങ്ങൾ കണ്ടു, ഞാൻ ചില വീഡിയോ ഉണ്ട്, ഷിയ മതത്തിൽപ്പെട്ടവർ, ഷിയ ഇന്ത്യയിൽ കുറവാണ്, അവർ ശരീരം പീഡിപ്പിച്ചിട്ടാണ് കത്തി കൊണ്ട് മുറിക്കും ശരീരം. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ, ചെറിയ കുട്ടികളുൾപ്പെടെ നെഞ്ചത്തിങ്ങനെ അലച്ചിട്ട് ഇവിടെയൊക്കെ തിണർന്ന് പൊട്ടുന്നു. അങ്ങനെ നെഞ്ചത്തടിക്കുമ്പോൾ അകത്തുള്ള ആന്തരാവയവങ്ങൾക്കുണ്ടാവുന്ന ക്ഷതം എന്തായിരിക്കും? ഇതുപോലെ ഹിന്ദുക്കളിലുണ്ട്. നാരങ്ങ കുത്തിയിറക്കി ശൂലം തറച്ചു പോകുന്നത് തെറ്റാണ്. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളിപ്പോൾ തൂക്കം കേരളത്തിൽ നിരോധിച്ചില്ല, ചൂണ്ട കൊടുത്ത് ഇളവൂർ തൂക്കം ഉൾപ്പെടെ നിരോധിച്ചു. പക്ഷേ ചില മതക്കാർക്ക് മാത്രം മനുഷ്യത്വത്തെ, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആചാരങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ എന്തിനാണ് അനുവദിച്ചു കൊടുക്കുന്നത്? ഇപ്പം അസ്വാഭാവിക മരണത്തിനാണ് കാക്കൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണമാണോ സംഭവിച്ചത്? ഒരു കുഞ്ഞിനെ, ജീവനുള്ള കുഞ്ഞിനെ കൊണ്ടുവന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റാൻ കൊണ്ടുവന്ന് അങ്ങനെ കുട്ടി കൊല്ലപ്പെട്ടു. ആശുപത്രിയിലായതുകൊണ്ട് അവിടെ നിന്ന് കാക്കൂർ, കോൺഗ്രസ് ഭരിക്കുന്ന കാക്കൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ നിന്ന് ഈ കുഞ്ഞിനെ ബോധമില്ലാതെ മറ്റൊരാശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ മരിച്ച നിലയിലെത്തിയപ്പോൾ അവർക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത് പുറത്തിറങ്ങുന്നത്. അല്ലെങ്കിൽ പുറം ലോകം ചിലപ്പോൾ അറിയില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ, കേരളത്തിൽ ഇത് വലിയൊരു അനാചാരമാണ്. ഒരു കുഞ്ഞ് വളരട്ടെ, അവൻ എന്നിട്ട് അവന് തിരിച്ചറിയാവുന്ന കാലത്ത് അവൻ ചെയ്യട്ടെന്നേ. ഇതൊരു സാമൂഹ്യ തിന്മയാണ്. ഒരു കുട്ടിക്ക് അത് ചെയ്യണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാൻ അവകാശം. ഇപ്പോൾ നാളെ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഈ ബലി കൊടുക്കുന്നത് ഹിന്ദു മതത്തിൽ ബലി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ബലി മൊത്തം തലവെട്ടാൻ വയ്യാത്ത കാരണം ഞങ്ങൾ കയ്യിലൊരു വിരൽ മുറിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. സാങ്കല്പികമാണ്, ഹിന്ദു മതമൊന്നും അങ്ങനെ ചെയ്യത്തില്ല എന്നങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ വിരൽ മുറിക്കാൻ സമ്മതിക്കുക? പിള്ളേർ ജനിക്കുമ്പോൾ ഉടനെ പോയി അടുത്ത ഇറച്ചിക്കട കൊണ്ടുപോയിട്ട് വിരൽ മുറിച്ചെടുക്കുക. ഇത് ഇറച്ചിക്കടയെ കൊണ്ടുപോയി വെട്ടുന്ന പോലെയാണെന്നേ. അപ്പോൾ ഇത് വിളിച്ചു പറയാൻ നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയില്ല, നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയില്ല. കുഞ്ഞുങ്ങളോട്, 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനോട്, അവൻ ഈ ഭൂമിയിൽ പിറന്നു വീണത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ജീവിക്കാനുള്ള അവകാശം റദ്ദാക്കിയില്ലേ? ആര് റദ്ദാക്കി? മതം റദ്ദാക്കി. പ്രതി ആരാണ്? പ്രതി ദൈവമാണ്. ദൈവമാണ് ഈ കേസിലെ പ്രതി. കാരണം ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവം പ്രതിയാണ്, കുറ്റക്കാരനാണ്. പക്ഷേ ഇവിടെ ദൈവം എന്ന് പറയുന്ന സാധനത്തെ നമ്മളാരും കണ്ടിട്ടില്ല. കണ്ടിട്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന അരൂപിയായ, നിർഗുണനായ, തൊടാനും സ്പർശിക്കാനും രുചിക്കാനും പറ്റാത്ത ഒരു ദൈവമുണ്ടല്ലോ, അരൂപിയായ ദൈവം. ഈ അരൂപിയായ ദൈവം ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല. എനിക്കറിയില്ല. ഒരു കുഞ്ഞിനോട് ചെയ്ത കടുത്ത അനീതി കേരളം ഞെട്ടിയില്ല. കാരണം ഇത് വാർത്തയാക്കരുത്. കാരണം ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമങ്ങൾക്കൊക്കെ അറിയാം ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നറിയാം. ഈ മനുഷ്യാവകാശ ലംഘനം കേരളത്തിൽ ചർച്ചയാവുക. കേരളത്തിൽ അങ്ങനെയാണല്ലോ. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സദാചാര പോലീസ് സംഭവം ഉണ്ടായില്ലേ? ഒരു സ്ത്രീയെ ഒരു പുരുഷനുമായിട്ട് പിടിച്ചിട്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. പോലീസ് SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ വീട്ടുകാർ പറയുന്നു, അത് അവരൊന്നും പ്രതികളല്ലെന്ന്. ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടും അത് ഒതുക്കി തീർക്കാൻ ഇവിടുത്തെ മതവും മതബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നു. സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ ഒരു സദാചാര പോലീസ് നടത്തി ഒരു സ്ത്രീയുടെ ആത്മഹത്യയിലേക്ക് എത്തിയെങ്കിൽ കേരളം
താലിബാനിസത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്ന സംഭവം. അതും ഇവിടെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല, വാർത്തയാക്കിയില്ല. കേരളം ഞെട്ടിയില്ല. കേരളം വല്ലാതെ മാറുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഇത് ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ ആ വിശ്വാസം അവർ ആചരിക്കട്ടെ. പക്ഷേ ഒരു 2 മാസമുള്ള കുഞ്ഞിനോട്, ആ കുഞ്ഞ് കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ അവന് ഈ അനസ്തേഷ്യയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാകുമായിരുന്നു അല്ലേ? അതെ അതെ. പ്രീമച്ചുറായിട്ട് വരുന്ന ഒരു കുട്ടി, പ്രിമച്ചുറായിട്ട് വന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ടും കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒന്ന് തിരിച്ചറിവുണ്ടാവുന്ന കാലത്ത് ചെയ്തു. നിങ്ങൾ പ്രായപൂർത്തി, ഞാൻ പറയുന്നത് സത്യത്തിൽ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ വേണോ വേണ്ടയോ എന്ന് ആ പ്രായപൂർത്തി വന്നിട്ട് തീരുമാനിക്കാൻ. സത്യത്തിൽ നമ്മളൊരു സെക്കുലർ രാജ്യമെന്ന്, സെക്കുലറിസം കാണിക്കേണ്ടതെന്നറിയോ? മതം എല്ലാവരും നിർബന്ധമായി മതത്തിൽ നിലനിൽക്കണമെന്ന് പറയുന്നത്, മതേതരരായിട്ട് വളരാനാണ് ഒരു സെക്കുലർ രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലേ? മതത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവണം. ഈ 2 മാസത്തിലെ മുറിച്ചു വിട്ട് മതത്തിൽ ചേർത്താൽ പിന്നെ അവനെങ്ങനെ മതേതരനാവും? അതുകൊണ്ടൊരു സത്യത്തിൽ വേണ്ടത് ഈ ശൈലാകർമ്മമൊക്കെ നടത്തണമെങ്കിൽ 18 വയസ്സിന് ശേഷം അവന് ഇഷ്ടമുണ്ട് ചെയ്യട്ടെ എന്നൊരു നിയമം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിനൊന്നും ഒരു BJP സർക്കാരിനും ധൈര്യം ഉണ്ടാവത്തില്ല. ഇപ്പം മുത്തലാഖ് പോലെയുള്ള നീതി നിരോധിച്ചു. പക്ഷേ സത്യത്തിൽ ഈ ശൈലാകർമ്മം പോലെയുള്ള കാര്യം നിരോധിക്കണ്ടേ? ഇത് പറഞ്ഞാൽ, ഇത് എങ്ങനെ ആരെങ്കിലും ഉറക്കെ പറഞ്ഞാൽ അവൻ ഇസ്ലാം വിരുദ്ധനാണെന്ന് പറയും. ഇസ്ലാം മതത്തിനെതിരല്ല പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അവകാശം, ഈ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തതിന് ആര് സമാധാനം പറയും? സത്യത്തിൽ ആ മാതാപിതാക്കളെ പ്രതിയാക്കി, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ആശുപത്രി ക്ലിനിക്കാണ്, അവിടുത്തെ ഡോക്ടറെ പ്രതിയാക്കി കേസെടുക്കാനാണ് പോലീസ് തയ്യാറാവേണ്ടത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താൽ ആ കേസിൻ്റെ ഗതി എന്താണെന്ന് നമുക്കറിയാം. ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവത്തില്ല. ബാലാവകാശ കമ്മീഷൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലേക്ക് വന്ന് കാണിച്ച ആവേശമൊന്നും ഈ കേസിൽ കാണിക്കാൻ പോകുന്നില്ല. ഏതായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലൊക്കെ പോവുകയോ ഇവിടെ വലിയ പുറവിളിയോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പേരിനൊരു കേസെടുത്തു എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയും കൊണ്ട് ഇറച്ചിക്കടയിൽ വെട്ടുന്നത് പോലെ ഇത് വെട്ടിക്കളയും. ഏതായാലും ഒരു കുഞ്ഞിൻ്റെ 2 മാസം മാത്രം പ്രായമുള്ള, അതും 8 മാസം മാത്രം ഗർഭത്തിൽ കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്ത ഈ കൃത്യം കൊണ്ട് ഒരു പടച്ചവനും ഒരല്ലാഹുവും സന്തോഷിക്കുന്നുണ്ടാവും എന്ന് കരുതാൻ എനിക്ക് കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.